ഹായ് ഓൾ, പുതിയൊരു കേക്ക് വ്ലോഗ് കാണാം. ഇന്ന് നമുക്ക് 3 കേക്ക് സെറ്റ് ചെയ്യാനുണ്ട്. 1.5 കിലോയുടെ വാനിലയും 1.5 കിലോയുടെ ബട്ടർ സ്കോച്ചും 1 കിലോയുടെ റെഡ് വെൽവെറ്റ് കേക്കും. അങ്ങനെ 4 കിലോ കേക്ക് നമുക്ക് ഇന്ന് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. 3 കേക്കായിട്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് സ്പഞ്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെഡ് വെൽവെറ്റ് മാത്രമാണ് നമുക്ക് ഡിഫറൻസ് ഉള്ളത്. മറ്റേത് രണ്ടും നമ്മൾ നോർമൽ വനില വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ സ്പഞ്ചസൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ബാക്കിയുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. ഈ ഒരു കേക്കിൽ 7 ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ 5 ലെയേഴ്സ് ആയിട്ടാണ് കേട്ടോ കേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ടോളല്ല, എന്നാൽ അത്യാവശ്യം ടോളാണേനും അങ്ങനത്തെ രീതിക്കാണ് കേട്ടോ കേക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു കേക്ക് നമ്മൾ കസ്റ്റമർ മോഡൽ നമ്മളെടുത്ത് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അയച്ച പിക്കിൽ ഒന്നാണ് കേട്ടോ അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ മോളുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഗേളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള മോഡൽ നമ്മൾ അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ക്രീം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇല്ല പിന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ക്രീം രണ്ടും തമ്മിൽ ജോയിൻ ആയി കിട്ടില്ല, അത് ഡിഫറെൻ്റ് ആയിട്ട് മാറി നിൽക്കും. നമ്മൾ കസ്റ്റമർക്ക് അയച്ച പിക്കിൽ ബേബിയുടെ ഈ ഒരു ഫോട്ടോ വേറെ പിക്കായിരുന്നു കേട്ടോ. അത് കുറച്ച് വലിയ കുട്ടികളെ കേക്കായിരുന്നു. അപ്പം നമ്മളത് ചേഞ്ച് ചെയ്തിട്ട് 2 വയസ്സാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചെറിയ ബേബീസിൻ്റെ ഒരു ഫോട്ടോ, ഈ ഒരു ടൈപ്പിലുള്ള ഫോട്ടോ എടുത്തതാണ്. പിന്നെ ബട്ടർഫ്ലൈയും കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ ലേസർ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്കതിന് മാച്ചായിട്ട് എക്സാക്റ്റ് അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളെ കയ്യിലുള്ള സ്റ്റോക്കുള്ള ഐറ്റംസൊക്കെ വെച്ച് ചെറിയ ചെറിയ ഡിഫറൻസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് നല്ല റിവ്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ചെയ്തു വന്നപ്പോൾ. അപ്പോൾ ഇത് നമ്മൾ രാവിലെ നേരത്തെ ചെയ്യാനുള്ളതാണ്. ഇന്ന് നമുക്ക് അല്ലുവിന് പനിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് അവർ രാവിലെ 10:30 വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ തിരിച്ചെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു 11:30 ശേഷമാണ് വീട്ടിലെത്തിയത്. അപ്പോൾ നമ്മൾ ആദ്യം കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കേക്ക് ഡെലിവർ ചെയ്തത്. അപ്പോൾ ജസ്വ എന്നാണ് മോളുടെ നെയിം. അത് നമ്മൾ ഫോണ്ടനിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ താഴെ വെള്ളമാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. ഞാൻ ജെല്ലും കാര്യങ്ങളൊന്നും ഗ്ലൂ ഒന്നും ആക്കാറില്ല. നമ്മൾ നോർമൽ വാട്ടർ വെച്ചിട്ടാണ് അത് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് അങ്ങനെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അത് നമ്മൾ നോർമൽ നമ്മൾ ബോക്സിൽ തന്നെ വെച്ചിട്ട് നമ്മൾ സൈഡിലായിട്ട് നമ്മൾ ക്ലിംഗ് റാപ്പിൻ്റെ കവറിങ് ചെയ്യാണ് കേട്ടോ. കാരണം ടോൾ കേക്ക് 2 ബോക്സ് ചെയ്യാനുള്ള ഹൈറ്റ് ഇല്ല, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, ഒരുപാട് ഹൈറ്റ് ഇല്ലല്ലോ. അപ്പോൾ അതിൽ ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ. എന്തായാലും ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ ബോൾസ് ഉണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, കേക്കിൻ്റെ ഐറ്റംസ് കുറേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു ന്യൂ ഇയറും ക്രിസ്മസൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ കുറച്ച് ഞാൻ ബോക്സ് മാത്രം മേടിക്കാൻ പോയതാണെങ്കിലും ബാക്കി കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ നമുക്ക് വേറൊരു കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. അത് അടുത്ത ദിവസമാണ് കേട്ടോ. റെഡ് വെൽവെറ്റ് കേക്കാണ് ഇത്. 1 കിലോനാണ് കേട്ടോ. ഞാൻ 5 ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ടോളായിട്ടൊന്നുമില്ല, നല്ല കറക്റ്റ് വെയിറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അവർ നമുക്ക് മോഡൽ അയച്ചു തന്നതാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് നമ്മളടുത്ത് കേക്ക് മേടിക്കുകയാണ്. നമ്മൾ ഇൻസ്റ്റഗ്രാം കണ്ടിട്ട് അങ്ങനെ മെസ്സേജ് അയച്ചതാണ് കേട്ടോ. അപ്പോൾ അവർ കറക്റ്റ് മോഡൽ അയച്ചു തന്നതുകൊണ്ട് നമുക്കൊരു റിസ്ക് ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. നമുക്ക് മോഡൽ അയച്ചു തന്നാൽ നമുക്കത് തിരയാനോ നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാനുള്ള റിസ്ക് ഒന്നുമില്ല, അതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഈയിടെയായിട്ട് നമുക്ക് റിബൺ കേക്ക് കൂടുതലായിട്ട് ഓർഡർ വരാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ ഒരു പിങ്കിലും ആദ്യമായിട്ടാണ് വരുന്നത്. നമുക്ക് കൂടുതലും ബ്ലാക്ക്, റെഡ് ആ ഒരു റിബൺ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ലൈറ്റ് പിങ്കിൽ നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഷുഗർ ബോൾസും പിന്നെ നമ്മൾ ആ റിബൺ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. റിബൺ വെച്ചാൽ തന്നെ നമ്മളെ കേക്കിൻ്റെ ലുക്ക് മൊത്തത്തിൽ മാറും. പക്ഷേ ഇതിപ്പോൾ ഒരു 5 ഇഞ്ചിൽ കേക്ക് ചെയ്തത് കൊണ്ട് തന്നെ കേക്ക് അധികം വീതിയില്ലല്ലോ. അപ്പോൾ നമുക്ക് 4 വെക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. എന്നാലും ഇത് വീതി കുറഞ്ഞ റിബൺ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് 3 വെച്ച് കൊടുത്തോളൂ കേട്ടോ. മറ്റേത് ഒരുപാടായിട്ട് നിൽക്കുമ്പോൾ ബോറായിട്ട് തോന്നും. അപ്പോൾ മുകളിൽ ഞാനൊരു ടോപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നോർമൽ ടോപ്പറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു റൗണ്ട് ടൈപ്പിലുള്ളതാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ സ്റ്റിക്ക് ഇല്ലാത്തതായിരുന്നു. അപ്പോൾ അത് പിന്നെ ഇതിന് പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു റൗണ്ടിലുള്ള ടോപ്പറാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് അവരിവിടെ വന്നിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ അവർ വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോപ്പർ എനിക്കത് ഇഷ്ടമായിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട്
നമ്മളതാണ് വെച്ചത്. അടുത്തത് ചെയ്യാണ്ടായിരുന്നത് ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. ഇതിപ്പോൾ സത്യത്തിൽ നമ്മൾ എല്ലാതും ഒരുമിച്ച് ചെയ്യണതാണ്, പക്ഷെ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് കാണിക്കണതാണ് കേട്ടോ ഓരോ കേക്കിൻ്റെയും. അപ്പോൾ നമ്മൾ ബട്ടർ സ്കോച്ച് കേക്ക് ഫസ്റ്റ് അവർ 1 കിലോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിലൊരു 3 ലെയറിൻ്റെ കേക്ക് ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ രാവിലെ പറഞ്ഞു 1.5 കിലോ ആക്കി തരാൻ. അപ്പോൾ ഞാൻ നമ്മൾ 1/2 kg ബാറ്റർ എടുത്തിട്ട് 2 ലെയറിന് വേണ്ടി രണ്ടാമതൊരു സ്പഞ്ചും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ പ്രലയൻസ് ഇടുന്നില്ല, ഞാനിവിടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടാക്കിയിട്ട് നട്ട്സാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പ്രലയൻസ് ചില കസ്റ്റമേഴ്സ് അത് വേണ്ട ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. പിന്നെ ഫുള്ളി മധുരല്ലേ, ഭയങ്കര മധുരമായി പോവും. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഞാൻ കൂടുതലും ചെയ്യാറുള്ളത്. ഞാനിങ്ങനെ നട്ട്സ് അങ്ങനെ ഇട്ട് കൊടുക്കും, അതുപോലെ സോസ് അത്യാവശ്യം നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ കേക്ക് നമ്മൾ 5 ലെയേഴ്സ് ആയിട്ടാണ് കേട്ടോ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ബട്ടർ സ്കോച്ച് കേക്കിന് നല്ല ഫില്ലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെയിറ്റ് ആവും. ഇതിപ്പോൾ 1.5 കിലോ പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ഫൈനൽ കോട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോക്കിന് 1,700 ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഫാമിലിക്കുള്ള കേക്ക് തന്നെയായിരുന്നു, റയാൻ്റെ ബർത്ത്ഡേക്ക് ചെയ്ത കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത് മോഡൽ കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കാറ് വെച്ചിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുത്ത് വന്നപ്പോൾ പ്രിൻറ്റിൽ കാറിൻ്റെ ഒരു സൈസ് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ പിന്നെ അവൾ പറഞ്ഞു അവളെ കയ്യിൽ കാറുണ്ട്, മോൻ്റെ കാറ് വെച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കാറ് നമ്മളെ കയ്യിലില്ല കേട്ടോ. നമ്മൾ ലാസ്റ്റ് ടൈമിലാണ് കാറ് കൊണ്ടുവന്നത്, കേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ആ ടൈമിലാണ് കേട്ടോ അവർ കാറ് കൊണ്ടുവന്നത്. അതുകൊണ്ട് നമുക്ക് കാറിൻ്റെ ഒരു സൈസൊന്നും അറിയില്ല, നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യമേ അവർ 1.5 കിലോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 8 ഇഞ്ചിലേക്ക് കേക്ക് ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ ഫസ്റ്റ് 1 കിലോ പറഞ്ഞതുകൊണ്ട് ഞാൻ 7 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തത്. പിന്നെയാണ് അവർ 1.5 കിലോനാക്കിയത്. അപ്പോൾ പിന്നെ ഞാനത് മുകളിലേക്ക് 2 ലെയർ വെച്ചിട്ട് അത്യാവശ്യം ടോൾ കേക്ക് ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാറ് കൊടുന്നപ്പോഴും സൈസ് കൂടുതലാണ്, പ്രിൻ്റ് എടുത്തപ്പോഴും സൈസ് കൂടുതലാണ്. പിന്നെ ഇപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് വീതി കൂട്ടാനുള്ളൊരു ഓപ്ഷൻ ഇല്ലല്ലോ. നമുക്ക് ആദ്യം 1.5 കിലോ അറിഞ്ഞെങ്കിൽ 8 9 ഒക്കെ ചെയ്താൽ അത്യാവശ്യം പരന്ന് കിട്ടും. അപ്പോൾ ഈ കാറ് വെക്കാൻ നല്ല ഈസി ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ കാറ് കൊടുന്നപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായി. അത്യാവശ്യം വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ കേക്കിൽ പുറത്തൊക്കെ നിൽക്കണമായിരുന്നു കേട്ടോ. നല്ലൊരു ഭംഗിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചെറുതാണെന്നുണ്ടെങ്കിൽ അവരയച്ചെന്ന കേക്ക് മോഡലിൽ ബോൾസ് മുകളിൽ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് പൊക്കി വെച്ചിട്ടാണ് കേക്ക് വെക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പോൾ പൊക്കി വെക്കാൻ പോയിട്ട് കേക്കിൽ തന്നെ പുറത്തേക്കാണ് കേട്ടോ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ നമ്മളെ ഡിസൈൻ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. താഴെ ഈ ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ബോൾസൊക്കെ ഞാൻ സൈഡിലാക്കി കൊടുത്തു. അതുപോലെ ടോപ്പർ മുകളിലാണ് അവർ തന്ന പിക്കിലുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്കാക്കിയിട്ട് വെച്ച് കൊടുത്തു. കാരണം ആ ഒരു കാറ് വെച്ചതുകൊണ്ട് ഒന്നും നമുക്കവിടെ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് കേട്ടോ ആ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.